അനിതയെന്ന എനിക്ക് തോന്നുന്നു ചെമ്മക്കാട് തന്നെ വരുന്നത്, ചെമ്മക്കാട് നിന്ന് വരുന്നത്. താൻ ആലയത്തിൽ താമസിക്കപ്പെടും. താൻ ആദ്യമായിട്ട് ഈ ആലയത്തിൽ വരുന്ന സമയത്ത് ഈ മാതാവ് പറയുന്നത് താൻ അരി അടച്ച് അടപ്പത്തിട്ട് അത് കമത്തിയപ്പോ അത് തന്റെ ശരീരത്തോട്ട് മറഞ്ഞു വീണു. മുട്ടിന് താപ്പോട്ട് ആ ചൂടുവെള്ളവും ചോറും വീണു. ആ വീണതിന്റെ വെപ്രാളത്തിൽ പെട്ടെന്ന് താൻ മുന്നോട്ട് നടന്നപ്പോ ആ കഞ്ഞിവെള്ളത്തെ തന്നെ തെറ്റി താഴെ വീണു. വലത്തേക്കാരന്റെ ഇടത്തെ കാലം, തന്റെ ഇടത്തെ കാല് 3 പൊട്ടല് 2 കമ്പിയിട്ടാണ് തന്നിക്കുന്നത്. ഇനി താൻ എങ്ങും പോകുന്നില്ല എന്ന് ഭാരത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റർ, കാരണം യേശുവിനെ പറ്റി പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കരുതെന്ന് പറഞ്ഞു. ചിലർ താങ്ങാകുന്നതിന്റെ വലിയ അടയാളം. അങ്ങനെയാണ് നമ്മുടെ ചർച്ച വരുന്നതിന്റെ ആദ്യ ദിവസം തന്നെ അല്ലേ, ആദ്യ ദിവസം തന്നെ ഈ മാതാവിനെ എഴുന്നേൽപ്പിച്ചു. കർത്താവ് ഇതിന്റെ കാലിനെ യേശു തൊടുന്നു, സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ്. അന്നേരം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്തോ റീസെന്റ് ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ആ സാക്ഷ്യം കേട്ടപ്പോൾ തനിക്ക് വിശ്വാസം വന്നു. ഇവിടെ എല്ലാവരും ഇതിനകം അന്ന് ഓർമ്മയുള്ള എത്ര പേരുണ്ടെന്ന് കരവരുത്തി. അന്ന് നമ്മൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. മാതാവ് പറയുന്നത് തനിക്ക് ഇരിക്കാൻ കഴിയത്തില്ല, ഇവിടത്തെ കാലിന് അസഹനീയമായ വേദന ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പ്രാർത്ഥിച്ചു, ചെക്ക് ചെയ്യാൻ പറഞ്ഞു. താഴെ പോയി സ്റ്റെയർ കയറി വന്നതിന് ശേഷം തനിക്ക് ഇടതു ഭാഗത്തെ കാലിന് വേദനയില്ല, അസൗഖ്യമായി. മാർച്ച് 27-ാം തീയതി ഇവിടെ വരുന്നത്. നിങ്ങൾ മാർച്ച് 27-ാം തീയതി, സോറി മാർച്ചിലാ ഈ മാതാവ് കൂടെ വരുന്ന സമയത്ത് ഈ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ തനിക്കൊരു തയ്യക്കട തുടങ്ങണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ ചില സാമ്പത്തിക ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു. പക്ഷെ ഈ ഉണ്ടായ ഇൻസിഡൻസിൽ ആ ഹോസ്പിറ്റലിൽ ചെലവ്, ഫ്രാക്ചറായതിന്റെ ചെലവെല്ലാം കൂടി ചേർത്ത് ആ പൈസ മൊത്തം കടയിടാൻ കഴിഞ്ഞില്ല. തനിക്ക് ഹോസ്പിറ്റലിൽ ചെലവായി. പക്ഷെ അന്ന് സൗഖ്യമായപ്പോ ദൈവാത്മാവ് അടുത്ത 47 ദിവസത്തിനകത്ത് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച തയ്യക്കടയെ കർത്താവ് ക്രമീകരിക്കുമെന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി നമ്മളോടൊക്കെ ഒരു ഐഡിയ ഇല്ല. ദൈവാത്മാവ് പറഞ്ഞ ദൂത. പക്ഷെ ആ സമയത്ത് ദൂത് കേൾക്കുമ്പോ ഈ മാതാവ് പറയുന്നത്, പക്ഷെ ഞാൻ ആ തയ്യക്കട ഇടാൻ വെച്ചിരുന്ന സാമ്പത്തികമാണ് കഞ്ഞിവെള്ളം വീണ് അതിലെ കമ്പിയിട്ട് പോയത്. ഇനി നടക്കുമെന്ന് അറിയത്തില്ല. മാർച്ച് മാസത്തിൽ പറഞ്ഞു, മാർച്ച് 27 മാർച്ച് ആരംഭത്തിൽ ദൂത് പറഞ്ഞു. മാർച്ച് 27-ന് സ്വന്തമായ കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനും മിഷൻ എടുക്കാനും പൈസ തരാവുന്നതാണ്. സഹോദരി പറഞ്ഞു, നിങ്ങൾ കട സ്റ്റാർട്ട് ചെയ്യാനുള്ള മിഷൻ എടുക്കാനും കടയ്ക്ക് കൊടുക്കാനുള്ള വാടകയും ക്രമീകരണമെല്ലാം സഹോദരി കൊടുത്തു. 47 ദിവസം പറഞ്ഞു. പക്ഷേ അത്രയൊന്നും പോയില്ല. ഇന്ന് ആ സ്ഥാപനത്തിലാക്കി. ഒരു സൺഡേ പോലും മുടങ്ങാറില്ല.